നമുക്ക് പപ്പായയും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും സവാളയും ചേർത്തിട്ട് നല്ലൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പകുതി പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, സവാള ഒരെണ്ണം, ബീട്രൂട്ട് പകുതി. അപ്പോൾ ഇത്രയും എടുത്തിട്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ട പൊടിക്കാനുള്ള സാധനങ്ങൾ, മസാലക്കൂട്ടുകൾ വേണം. അപ്പോൾ പെരിഞ്ചീരകം 1/2 സ്പൂണ്, കുരുമുളക് 1/2 സ്പൂണ്, 5-6 അല്ലി വെളുത്തുള്ളി. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നുറുക്കിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 3/4 സ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക അതെല്ലാം കൂടി. അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന മസാലക്കൂട്ടും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അത് നെകക്ക് നമ്മൾ വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം അത് നെകക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിയിലയും ബിരിയാണി ഇലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രുചിയാട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മെഴുക്കുവരട്ടി.